എല്ലാവർക്കും ഇരിക്കാം. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 41-42 വാക്യങ്ങൾ. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ പരിശുദ്ധ ആരാധനയിലൂടെ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വിനയപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾ ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്ന മനസ്സലിവുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. വചനം അവിടുത്തേത് സംസാരിക്കുന്ന അടിയനും കേൾവിക്കാരായിരിക്കുന്ന ജനവും അവിടുത്തെ വക ഒന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് വഴി നടത്തണം. ദൈവകൃപ വ്യാപരിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ആരാധനയിലൂടെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ആരാധനയുടെ സന്തോഷം നൽകി ഈ നോമ്പ് കാലഘട്ടത്തിൽ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ജീവിപ്പാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം മനസ്സലിവ് ഉള്ളവരാകുവാനുള്ള ആഹ്വാനം എന്നുള്ളതാണ്. മനസ്സലിവ് ഉള്ളവരായി ജീവിക്കുക. പ്രിയമുള്ളവരെ, ഇത് നോമ്പ് കാലഘട്ടം. ഈ നോമ്പ് കാലഘട്ടത്തിൽ സ്വയ നിയന്ത്രണവും ഉപവാസം എന്നിവയിലൂടെ നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് വിശുദ്ധീകരിക്കുവാനായി ശ്രമിക്കുമ്പോൾ മനസ്സലിവുള്ളവരായി ദൈവോന്മുഖ ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനാണ് ദൈവവചനം നമുക്ക് നൽകുന്ന നല്ല ചിന്ത. മനസ്സലിവുള്ളവരാകുക എന്നത് ദൈവിക മനോഭാവത്തോട് പങ്കുചേരുന്ന ഒരു ദൈവ പൈതലിന്റെ മനോഭാവമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന സഹാനുഭൂതിയുടെ ഒരു അനുഭവമാണ് മനസ്സലിവ് എന്നതായ ഒരു മനോഭാവത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നത്. ക്രിസ്തുവിലുള്ള പുതുക്കപ്പെടലിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു മനോഭാവം, ക്രിസ്തുവിനോട് താതാത്മ്യപ്പെട്ട് നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നമ്മിലേക്ക് സ്വാംശീകരിക്കുവാനും അങ്ങനെ മനസ്സലിവുള്ളതായ ഒരു ജീവിത അനുഭവങ്ങളിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കുവാനും സാധിക്കും. കാൾ റോജേഴ്സ് എന്ന ദൈവശാസ്ത്ര ചിന്തകന്റെ അഭിപ്രായത്തിൽ മനസ്സലിവ് എന്ന് പറയുന്നത് തൻ്റെ മുൻപിൽ പ്രശ്നങ്ങളുമായി കടന്നു വരുന്നവരെ മുൻവിധിയില്ലാതെ സ്വീകരിക്കുകയും സഹാനുഭൂതിയോടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും സത്യസന്ധമായി കൈകാര്യം ചെയ്യുന്നതിനെയുമാണ് മനസ്സലിവ് എന്ന പദത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദയ, കരുണ, സ്നേഹം ഇവ നിലനിൽക്കുന്ന ഇടത്താണ് മനസ്സലിവ് പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്. ഇത് ആധുനിക കാലഘട്ടം സ്വാർത്ഥ ചിന്തകൾ മനുഷ്യ ജീവിതത്തെ ഇന്ന് നയിക്കുമ്പോൾ ദയയും കരുണയും സ്നേഹവും അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം. ഇവിടെ മനസ്സലിവ് എന്ന് പറയുന്ന ദൈവിക മനോഭാവം
ഇന്ന് ക്രൈസ്തവ ജനതയ്ക്ക് പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വർഷത്തെ നോമ്പ് നാം ആചരിക്കുന്നത്. നോമ്പാചരണം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതും നമ്മെ ഒരു വിശുദ്ധീകരണത്തിലേക്കും സ്വയം നിയന്ത്രണത്തിലേക്കും അതിനേക്കാൾ ഉപരി മാനസാന്തരത്തിലൂടെ ഒരു രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് മനസ്സലിവുള്ളതായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മനസ്സലിവും ആർദ്രതയും ദയയും കരുണയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ? ഇത്തരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിത മൂല്യങ്ങളെ തിരികെ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കേണ്ടതായ ഒരു ആവശ്യകതയിലേക്കാണ് ഈ വർഷത്തെ നോമ്പുകാല ചിന്തകൾ നമ്മുടെ ചിന്തകളെ ക്ഷണിക്കുന്നത്. ഇവിടെ മാനവ ഹൃദയം മനസ്സലിവിലൂടെ ദൈവ ഹൃദയവുമായി ഒത്തുചേരുന്ന ഒരു അനുഭവമാണ് നോമ്പ് കാലത്തിൽ സംജാതമാകേണ്ടത്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ദൈവ ഹൃദയവുമായി ഒത്തുചേരുന്ന, അതിലൂടെ മനസ്സലിവും ആർദ്രതയുമുള്ള മനോഭാവത്തോടുകൂടെ എല്ലാവരും തങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുള്ള ആഹ്വാനവും നോമ്പുകാല ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ മാനസികമായും ശാരീരികമായും തകർന്നവരോടും വേദനിക്കുന്ന ജനസമൂഹത്തോടും മനസ്സലിവുള്ളവരായി തങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുക എന്നുള്ള ചിന്തയാണ് ഇന്ന് നാം പാഠമായി വായിച്ച 3 വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നാം പാഠമായി വായിച്ച രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് രൂത്തിന് തന്റെ അമ്മയോടുള്ള മനസ്സലിവും ദൈവഭക്തനായ ബോവസിന് തന്റെ ദാസന്മാരോടും പുറജാതിക്കാരിയായ രൂത്തിനോടുമുള്ളതായ ഒരു മനസ്സലിവിനെ കുറിച്ചും അതിലൂടെ സംജാതമാകുന്ന ആത്മീയ അനുഭവങ്ങളെ കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വേദപുസ്തക പശ്ചാത്തലം എന്ന് പറയുന്നത് ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ഒരു ക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി ബത്ലഹേമിൽ നിന്നും ഒരു കുടുംബം മോവാബിലേക്ക് കുടിയേറുകയാണ്. അത് നഗോമി, എലിമേലേക്ക് എന്നീ ദമ്പതികൾ അവരുടെ 2 ആൺമക്കളുമായി ക്ഷാമത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായി മോവാബിലേക്ക് ചേക്കേറുന്നു. അവർ മോവാബിൽ താമസം ആരംഭിക്കുകയും അവരുടെ 2 മക്കളും മോവാബിൽ നിന്ന് 2 മോവാബ്യ കന്യകമാരെ വിവാഹം കഴിക്കുകയും ചെയ്തു. കാലാന്തരത്തിൽ എലിമേലേക്കും അദ്ദേഹത്തിന്റെ 2 ആൺമക്കളും ഈ ലോകം വിട്ട് യാത്രയാകുന്നു. ഇവിടെ 3 വിധവകൾ അവശേഷിക്കപ്പെടുകയാണ്. ഇവിടെ രൂത്തും അതുപോലെ നവോമി, യോർപ്പ തുടങ്ങിയതായ 3 വിധവകൾ അവശേഷിക്കുമ്പോൾ രൂത്ത് തന്റെ മരുമക്കളോട് പറയുന്നത് പ്രകാരമാണ്: നിങ്ങൾ നിങ്ങളുടെ താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ, ഞാൻ എന്റെ ദേശത്തിലേക്ക് മടങ്ങിപ്പോകുകയാണ്. ഞാൻ നിറഞ്ഞ പാത്രമായി ഇവിടേക്ക് കടന്നു വന്നു, ഇതാ ഒഴിഞ്ഞവളായി കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ രൂത്ത് തന്റെ അമ്മയോട് മനസ്സലിവുള്ളവളായി അമ്മയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം. ഇവിടെ രൂത്ത് പറയുന്നത്: നീ പോകുന്നിടത്ത് ഞാനും വരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുകയും അങ്ങനെ നവോമിയും രൂത്തും കൂടെ ബത്ലഹേമിലേക്ക് മടങ്ങി വന്നു. ഇവിടെ 2 വിധവകൾ ബത്ലഹേമിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. വരുമാന മാർഗങ്ങളൊന്നുമില്ല, ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, സംരക്ഷിക്കുവാൻ ആരുമില്ല. ആത്മവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രൂത്ത് ഇവിടെ ചിന്തിക്കുകയാണ്:
ഇനി എങ്ങനെ ജീവിക്കണം, എങ്ങനെ മാന്യതയോടെ നിലനിൽക്കണം, സ്വന്തം കുടുംബത്തോടുള്ള തന്റെ കടമ എങ്ങനെ നിറവേറ്റണം എന്ന ചിന്തയോടുകൂടെ ഇവിടെ ബോവസ് എന്ന് പറയുന്ന യജമാനന്റെ വയലിലേക്ക് കടന്നു പോകുകയാണ്. അവിടെ കറ്റകളുടെ ഇടയിൽ നിന്നും കതിർ പറക്കുന്നു. തനിക്കും തന്റെ അമ്മാവിയമ്മയ്ക്കും ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തുവാനുള്ള ഒരു കഠിന അധ്വാനത്തിൽ രൂത്ത് പ്രവേശിക്കുകയാണ്. ബോവസിനെ കുറിച്ച് പറയുന്നത്, ബോവസ് ധനികനും ദൈവഭക്തനും മാന്യനുമായ ഒരു വ്യക്തിയായിരുന്നു. കരുണയുടെയും മനസ്സലിവിന്റെയും പ്രതീകമായിരുന്നു. അദ്ദേഹം തന്റെ തൊഴിലാളികളെയും തന്നിൽ ആശ്രയിക്കുന്നവരെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനോഭാവത്തിന്റെ ഉടമയായിരുന്നു. ഇവിടെ താഴെ വീണ് കിടക്കുന്ന കതിരുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന അന്യ ദേശക്കാരിയായ അതേ ഈ രൂത്ത് എന്ന് പറയുന്ന വ്യക്തി അവരുടെ കഠിന അധ്വാനവും വിനയ സ്വഭാവവും രൂത്ത് നിരീക്ഷിക്കുകയാണ്. ഇവിടെ മനസ്സലിവ് ഉണ്ടാകുവാനും ആർദ്രമായി ഇടപെടുവാനുമുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുന്നതിന് കാണുവാനുള്ള കണ്ണുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ബോവസ് തന്റെ വയലിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ ഒരു പുറജാതിക്കാരിയായ ഒരു സ്ത്രീ ഇവിടെ അധ്വാനിക്കുന്നത് കാണുകയാണ്. അത് കണ്ടപ്പോഴാണ് അവളെ നിരീക്ഷിക്കുവാനായിട്ട് തോന്നിയത്. ആ നിരീക്ഷണ പാടവമാണ് അവളിൽ മനസ്സലിവ് ഉള്ളവനായി ബോവസ് ഇവിടെ മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന് മറ്റുള്ളവരെ കാണുവാനുള്ള കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുന്നുവോ? കാണുന്നതിലൂടെ, നിരീക്ഷിക്കുന്നതിലൂടെ മറ്റുള്ളവരോട് മനസ്സലിഞ്ഞ് ആർദ്രതയുടെയും കരുണയുടെയും സ്നേഹത്തിന്റെയും മനോഭാവത്തിൽ നിലനിൽക്കുവാനും നമുക്കിന്ന് കഴിയണം. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ സ്വയ കേന്ദ്രീകൃതമായി സ്വയത്തിൽ മാത്രം നോക്കുന്ന ആ ഒരു മനോഭാവത്തിന് നാം ഉടമകളായി തീർന്നു പോയോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ഈ യുവതി ഏത് എന്ന് ബോവസ് ചോദിക്കുകയാണ്. അത് കാണുവാനുള്ള ഒരു മനസ്സ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഇവിടെ ബോവസ് മനസ്സിലാക്കുകയാണ്, ഇത് അന്യദേശക്കാരിയാണ്, വളരെ കഠിനമായി അധ്വാനിക്കുന്ന വ്യക്തിയാണ്, സ്വന്തം കുടുംബത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവളാണ് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ബോവസിന് അവളോട് കരുണ തോന്നുന്ന ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ ബോവസിന്റെ മനസ്സലിവ് രൂത്തിന്റെ അനുഗ്രഹീതമായ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇത് പലപ്പോഴും ദൈവത്തെ ആരാധിക്കുകയും ക്രൈസ്തവ വിശ്വാസികളെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളോടും നമ്മുടെ സഹോദരങ്ങളോടും മനസ്സലിവുള്ള ആർദ്രതയുള്ള ഒരു ഹൃദയം രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ബോവസ് ഈ അന്യജാതിക്കാരിയായ സ്ത്രീയോട് മനസ്സലിഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടി മനസ്സലിവോടുകൂടെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന്റെ 8 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ ബോവസ് അവിടെ പറയുന്നത്, രൂത്തിനോട് പറയുന്നു, നീ മറ്റ് വയലുകളിൽ ഇനി പോകേണ്ട. അതായത് സുരക്ഷിതത്വത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് രൂത്തിനെ ബോവസ് വഴി നടത്തുകയാണ്. രണ്ടാമത് പറയുന്നു, ആരും നിന്നെ തൊടുവാൻ ആർക്കും അനുവാദമില്ല. അത് പൂർണ്ണമായ ഒരു സംരക്ഷണ, ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ഇവിടെ ബോവസ് രൂത്തിനെ ക്ഷണിക്കുന്നു. മൂന്നാമത്, ബാല്യക്കാർ കോരിവെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക. അത് ഭക്ഷണം കഴിക്കുവാൻ നിനക്ക് ആവശ്യമുള്ളപ്പോൾ വന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളുക. കരുതലിന്റെയും പൂർണ്ണമായ സ്വീകാര്യതയുടെയും ഒരു അനുഭവത്തിലേക്ക് ബോവസ് രൂത്തിനെ ക്ഷണിക്കുന്നതായി നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ മനസ്സലിവ് കൊണ്ട് അർത്ഥമാകുന്നത് സുരക്ഷിതത്വവും സംരക്ഷണവും കരുതലുമുള്ളതായ
ഒരു മനോഭാവമാണ് മനസ്സലിവിലൂടെ നാം വളർത്തിയെടുക്കേണ്ടത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ മനസ്സലിവ് നഷ്ടപ്പെട്ടവരായി മനസ്സുകളെ കഠിനമാക്കി ജീവിതം നിയന്ത്രിച്ചു പോകുന്ന സാഹചര്യങ്ങൾ. ഇവിടെ നമ്മുടെ മനസ്സുകളെ ഒന്ന് ആർദ്രതയോടുകൂടെ, സ്നേഹത്തിന്റെ മനോഭാവത്തോടുകൂടെ, മനസ്സലിവിന്റെ അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടതായ ആവശ്യകതയാണ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. രണ്ടാമത് നാം ഇന്ന് പാഠമായി വായിച്ച ലേഖന ഭാഗം എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ എന്നുള്ളതാണ്. അത് പൗലോസ് എഫേസ്യ സഭയോട്, സഭയിലെ വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായിരിപ്പിൻ. പ്രിയമുള്ളവരെ, എനിക്ക് നമ്മുടെ പരിശുദ്ധ ഇടവകയിലെ അംഗങ്ങളായിരിക്കുന്ന നിങ്ങളോട് പറയുവാനുള്ളതും അതേ വചനം തന്നെ. പരസ്പരം ദയയും മനസ്സലിവുമുള്ള ആർദ്ര ഹൃദയത്തിന്റെ ഉടമകളായി നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ സാഹോദര്യ മനോഭാവം നമുക്ക് ഇവിടെ വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും. ഇവിടെ മനസ്സലിവ് എന്ന് പറയുമ്പോൾ തികച്ചും ഭാവനയോ സങ്കല്പമോ അല്ല, അത് ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന, അതായത് കർത്താവായ യേശുവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ്. കർത്താവായ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആകത്തുക എന്ന് പറയുന്നത് മനുഷ്യരോടുള്ള മനസ്സലിവാണ്. അപ്പോ നമ്മുടെ ഈ ശുശ്രൂഷകളിലും ആരാധനകളിലും നമ്മുടെ ജീവിത അനുഭവങ്ങളിലും അത് മനസ്സലിവ് എന്ന് പറയുന്നത് തികച്ചും ഭാവനയിലോ സങ്കല്പത്തിലോ മാത്രം ഒതുക്കി നിർത്താതെ കർത്താവായ യേശുവിന്റെ ഭാവം ധരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിത അനുഭവങ്ങളിലേക്ക് താണിറങ്ങി അവരെ സഹായിക്കുന്ന ഒരു അനുഭവം. ഇവിടെ സത്യസന്ധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തുറന്ന മനസ്സിന്റെ ഉടമകൾ ആകുമ്പോഴാണ് മനസ്സലിവിന്റെയും ആർദ്രതയുടെയും കരുണയുടെയും തലങ്ങളിലേക്ക് നമുക്ക് വളരുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ എന്ന് പറയുന്നത് മനസ്സുകളെ മറച്ചു പിടിച്ചുകൊണ്ട് ഹൃദയങ്ങളെ കഠിനമാക്കി അതേ കഠിന ഹൃദയരായി ജീവിക്കുന്ന ആധുനിക കാലഘട്ടം. പ്രിയമുള്ളവരെ, സത്യസന്ധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും കഷ്ടപ്പെടുന്നവരോട് മനസ്സലിവുള്ളവരായി അവരോട് ചേർന്ന് നിന്ന് അവരെ സഹായിക്കുന്നതിനാവശ്യമായ ശുശ്രൂഷകൾ ചെയ്യുക എന്നാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ പൗലോസ് പറയുന്നു, കോപിച്ച് പാപം ചെയ്യാതിരിപ്പിൻ, സംഘർഷരഹിതമായ ജീവിതം നയിപ്പിൻ, നല്ല പ്രവർത്തികൾ ചെയ്ത് അധ്വാനിച്ച് മനസ്സലിവുള്ളവരായി സഹിഷ്ണുതയോടെ സമാധാനപരമായി ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് നമുക്ക് ഇന്ന് ലഭ്യമാകുന്നത്. മനസ്സലിവ് എന്ന് പറയുമ്പോൾ അത് പൗലോസിന്റെ വീക്ഷണത്തിൽ പൊതുജീവിതത്തിന്റെ അടയാളമാണ്. പ്രിയമുള്ളവരെ, ക്ഷമ, ആർദ്രത, ത്യാഗം തുടങ്ങിയ മനോഭാവങ്ങൾ പ്രകടമാക്കുന്ന ക്രിസ്തുവിന്റെ ഭാവത്തിൽ വളർന്ന് ദൈവരാജ്യ അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതം നയിക്കുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവമാണ് ഈ മനസ്സലിവ് എന്ന് പറയുന്നത്. നാം ഇന്ന് പാഠമായി വായിച്ച സുവിശേഷ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വിശുദ്ധ മർക്കോസ് 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള ഭാഗത്ത് കുഷ്ഠരോഗിയായ ഒരു വ്യക്തിയുടെ ശുദ്ധീകരണമാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. മനസ്സലിവുള്ളവരാകുവാനുള്ള ദൈവവിളി ഈ കാലഘട്ടത്തിൽ കേൾക്കുവാനുള്ള ശ്രമമില്ലാതെ ഹൃദയത്തെ കഠിനമാക്കി
മുൻപോട്ട് ജീവിതം നയിക്കുന്ന ക്രൈസ്തവ സഭയെ, ഈ കാലഘട്ടത്തിൽ സഭയിലൂടെ സമൂഹം ആഗ്രഹിക്കുന്നത് മനസ്സലിവിന്റെ കരുണാർദ്രമായ ഒരു ഭാഗമാണ്. ഇന്ന് പലപ്പോഴും സംഘർഷാത്മകമായ ജീവിതത്തിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ കടന്നു പോകുന്നത്. ഇങ്ങനെ സംഘർഷാത്മകമായ ജീവിത അനുഭവങ്ങളിൽ നിന്ന് മാറി മനസ്സലിവിന്റെ മാനുഷിക മുഖം നൽകുന്ന ജീവിത അനുഭവങ്ങളിലേക്ക് നാം മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. യേശുവിനെ കാണുന്നതിന് മുൻപേ കുഷ്ഠരോഗിയായ ഒരു വ്യക്തി ഇവിടെ യേശുവിനെ സമീപിക്കുകയാണ്. ആ കുഷ്ഠരോഗം അവനെ മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്തി അവന് മറ്റുള്ളവരെ കാണുവാനോ മറ്റുള്ളവരോടൊപ്പം വസിക്കുവാനോ അനുവാദമില്ലാതെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെട്ടവനായി സാമൂഹ്യപരമായി ഒറ്റപ്പെട്ട് ആചാരപരമായും മതപരമായും അവനെ മാറ്റി നിർത്തി അവൻ വേദനയുടെ നിരാശയുടെ അനുഭവങ്ങളിൽ അവനെ അശുദ്ധിയുടെ പരിവേഷം നൽകി മാറ്റപ്പെട്ടിരിക്കുന്ന അനുഭവം. അവൻ യേശുവിനെ സമീപിക്കുകയാണ്. അവൻ യേശുവിനോട് പറയുന്നത് ഇപ്രകാരമാണ്: അങ്ങേക്ക് എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും, അതുകൊണ്ട് എന്നെ ശുദ്ധമാക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അവൻ യേശുവിന്റെ കാൽക്കൽ മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ഇവിടെ ഈ കുഷ്ഠരോഗിയുടെ മനോഭാവം എന്ന് പറയുന്നത് തന്നെ ശുദ്ധീകരിക്കുവാനുള്ള അധികാരമുള്ള ഒരു വ്യക്തിയുടെ അടുക്കലേക്കാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ യേശുവിന്റെ മനസ്സലിവിനെ കുറിച്ച് അവൻ പല ആവർത്തി കേട്ടിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അവൻ യേശുവിലേക്ക് കടന്നു വന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നവൻ യേശുവിനോട് അപേക്ഷിച്ചത്. ഇവിടെ യേശു മനസ്സലിവിന്റെ ഉറവിടമാണ് എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. മതപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായി വച്ചിരിക്കുന്ന അതിർവരമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട് ആവശ്യത്തിലിരിക്കുന്നവരുടെ അടുക്കലേക്ക് കടന്നു വന്ന് മനസ്സലിഞ്ഞ് സൗഖ്യമാക്കുന്ന ഒരു യേശുവിന്റെ അടുക്കലേക്കാണ് അവൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവായ യേശു അവനെ ശുദ്ധമാക്കി അവനെ അനുഗ്രഹീതമായ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവനെ തിരികെ കൊണ്ടുവരികയാണ്. സമൂഹം ഉപേക്ഷിച്ചവൻ, ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങളിലായിരുന്നവൻ, ഒറ്റപ്പെട്ട് തകർക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായിരുന്ന വ്യക്തിത്വം, സമൂഹത്തിൽ നിരാലംബനായി ആരും തന്നെ സഹായിക്കുവാനില്ലാതിരുന്നപ്പോൾ മനസ്സലിവിന്റെ മൂർത്തിമത് ഭാവമായ യേശു അവനെ ചേർത്ത് പിടിച്ച് അവന്റെ അശുദ്ധീകരണത്തിൽ നിന്നും വിശുദ്ധിയിലേക്ക് അവനെ വഴി നടത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവനെ മടക്കി കൊണ്ടുവരുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ അന്തസ്സും അഭിമാനവും തിരികെ നൽകുന്നത് സർവശക്തനായ ദൈവമാണ്. പ്രിയമുള്ളവരെ, അശുദ്ധിയുടെ അനുഭവങ്ങളിൽ മലീമസമാക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ ഇനി രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ദൈവജനമേ, കർത്താവായ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് യേശുവിന്റെ പാദപീഠത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളെ വിശുദ്ധീകരിക്കുവാനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അതേ അനുഗ്രഹീതമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് നിങ്ങളെ വഴി നടത്തുവാൻ ഈ സർവശക്തനായ ദൈവത്തിന് കഴിയും. കർത്താവായ യേശുവിന്റെ മനസ്സലിവും ആർദ്രതയേറിയ കരുണയോടുകൂടിയ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ ക്രൈസ്തവ സഭ ഇന്ന് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സലിവിലേക്കുള്ള ഒരു ആഹ്വാനമാണ് ഇന്ന് ദൈവവചന ചിന്തയിലൂടെ നാം ശ്രദ്ധിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ആർദ്രതയുള്ള മനസ്സലിവുള്ള ഹൃദയം രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.